കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. സുധീഷ് ചെമ്പാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പാലക്കാട് ടൗണും ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കുറച്ച് ഉള്ളേരിയകളിൽ കൂടെ കാണുമ്പോൾ എന്റെ യാത്ര. അപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനും കുറെ സ്ഥലങ്ങൾ വെറും സ്ഥലങ്ങളല്ല, അതിൽ കുറെ പ്രത്യേകതകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളെ കാണിച്ചു തരാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നിപ്പോ ആ യാത്രയുടെ ഇടയിൽ നമ്മുടെ കേരളത്തിലെ അതിവിശിഷ്ടമായ ഒരു വ്യക്തി, അതായത് ഒരു പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ. ഞാനൊക്കെ മുമ്പ് പേജ് തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ കുറെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വൈറലാക്കേണ്ട ആളൊന്നുമല്ല, അദ്ദേഹം ആൾറെഡി വൈറലായിട്ടുള്ള ആളാണ്. സിനിമ പിന്നണി ഗായകൻ കൂടിയാണ് ആള്. അപ്പൊ അങ്ങനെ പ്രശസ്തനായ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രകളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആളല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്കൊന്ന് കണ്ട് സംസാരിക്കാം. ഓക്കെ ആള്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതാ ഞാൻ പറഞ്ഞപ്പോ ഇത് പ്രണവൻ ശശിയേട്ടനാണ്. അപ്പൊ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല അത്, ആളുകൾക്ക് ആൾറെഡി പരിചയമുള്ളതും എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നത് ആയിട്ടുള്ളൊരു ലാളിത്യമുള്ള കലാകാരനാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ശശിയേട്ടനെ ഇവിടെ കണ്ടുമുട്ടിയത്. ശശിയേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ മൈക്ക് കൊടുക്കുക ശശിയേട്ടന്. ശശിയേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. പുതിയ എന്തൊക്കെ വർക്കുകള്? പുതിയ ഇപ്പൊ ഈ ഓണത്തിന് ഇറങ്ങിയ 5 സിനിമ. ഒന്ന് നമ്മളെ റഹ്മാൻ നായകനായിട്ടുള്ള ബാഡ് ബോയ്സ്. അതില് കോര കോര എന്നുള്ള ഒരു പാട്ട് ഞാനും വിനീത് ശ്രീനിവാസനും ചേർന്ന് പാടിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് മീര ജാസ്മിന്റെ സെക്കൻഡ് എൻട്രി പാലും പഴവും ഗോപി സുന്ദറിന്റെ മ്യൂസിക്കില്. ബാഡ് ബോയ്സിലെ മ്യൂസിക് വില്യം ഫ്രാൻസിസ് ആണ്. പിന്നെ ശേഷം പർവേഷ് സംവിധാനം മ്യൂസിക് ചെയ്ത വാഴ എന്നുള്ള മലയാളം അതില് ഒരു പാട്ട് പാടി. പിന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെപ്പയുടെ സിനിമ കൊണ്ടൽ, അതില് ഒരു പാട്ട് കൂടെ പാടി. ചുളമടിക്കട താളമടിക്കട CS സാം ആണ് ഇതിന്റെ മ്യൂസിക്. വിനായക് ശശികുമാർ ഇവരൊക്കെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഹരിനാരായണൻ ഇവരൊക്കെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ കുമ്മാട്ടി, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്ന കുമ്മാട്ടി. അങ്ങനെ കുറെ സിനിമകൾ ഓണത്തിന് ഗംഭീരമായിട്ട് ഇറങ്ങി. നാളെയാണ് ശരിക്കും പറഞ്ഞാല് കുമ്മാട്ടിക്കളി നാളെ ഇറങ്ങും. ഒരുപാട് സിനിമകള് നമ്മുടെ സുഷിൻ ശ്യാമിന്റെ ആവേശം, സുഷിൻ ശ്യാമായിരുന്നു മ്യൂസിക്. വിനായക് ശശികുമാറാണ് പാട്ട് എഴുതിയത്. അതിലെ ഒരു സൽപുത്രൻ പിറന്നറ പണ്ട് ആവേശത്തില് ഫഹദ് ഫാസിൽ അഭിനയിച്ച ആ പാട്ടോട് കൂടിയാണ് കുറച്ച് സിനിമാ തിരക്കുകൾ കൂടി. ആ പാട്ട് സത്യം പറഞ്ഞാൽ ഞാനും കേട്ടപ്പോ നമുക്കത് ശശിയേട്ടനെ പാടിയിട്ടുള്ള വീഡിയോ കണ്ടപ്പോഴാണ് സൗണ്ടേ വ്യത്യാസം. സ്റ്റുഡിയോ പറയുമ്പോ അതിന്റെ ഒരു പക്ക ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട്. സിനിമ ലെവലിൽ വരുമ്പോൾ മൊത്തത്തിലൊന്നും മാറും. അതിന്റെ മൊത്തത്തിൽ എല്ലാ രീതിയിലും മാറ്റം ഉണ്ടാവും. ആ ഒരു വ്യത്യാസമാണ് അത് തോന്നുന്നത്. പലർക്കും ഞാൻ സാധാരണ കേട്ടിട്ടുള്ള യൂട്യൂബ് ചാനലിലും അതിലൊക്കെ ചെയ്തിട്ടുള്ള വോയിസും സിനിമയിലേക്ക് വരുമ്പോഴുള്ള വോയിസും നല്ല വ്യത്യാസമുണ്ട്. അതല്ല സ്റ്റുഡിയോ പാടിനെക്കാട്ടും വ്യത്യാസം പാട്ടിനുണ്ടായിട്ടുണ്ട്. പിന്നെ പാട്ട് നല്ല കേറി പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ശശിയേട്ടനാണ് പാടിയെന്നുള്ളത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരാളിനോട് പറഞ്ഞാ നീ അറിയില്ല ശശിയേട്ടൻ പാടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ശശിയേട്ടൻ പാടിയതാ പറഞ്ഞപ്പോ ആദ്യം ഉൾക്കൊള്ളും. പിന്നെ ശശിയേട്ടന്റെ ഒരു വീഡിയോ കണ്ടു. ഇനിയിപ്പോ വേറൊരു സംഭവം അറിയാം. നമ്മുടെ ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത ദിലീപ് നായകനായിട്ടുള്ള കോടതി സമക്ഷം പാലം വക്കീൽ, അതിലെ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്നുള്ള പാട്ട് ഞാനും സിത്താരയും കൂടെ പാടിയത്. ഹരികൃഷ്ണനാണ് എഴുതിയത്, ഹരിനാരായണനാണ് എഴുതിയത്. ആ പാട്ട് ഞാനാണ് പാടിയെന്നുള്ളത് അറിയുന്നത് ഈ അടുത്ത കാലത്ത് അറിയുന്ന കുറച്ച് പേരുണ്ട്. അത് ബമ്പ ഹിറ്റായ സമയമാണ് മഞ്ഞ മഞ്ഞ ബൾബ്. റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ആൾക്കാർ ഗംഭീരമായിട്ടുള്ള സാധനം. പക്ഷെ അത് ഞാൻ പാടിയെന്നുള്ളത് പോലും പലരും ഇപ്പോഴാണ് കുറച്ച് പേര് അറിയണത്. ആവേശത്തിന്റെ കാര്യം മറിച്ചല്ല, ഞാൻ ബമ്പ ഹിറ്റായിട്ടും ഇപ്പോഴും പല ആൾക്കാർക്കും അതോ നിങ്ങളാണല്ലേ പാടിയത് എന്നുള്ളൊരു സംഭവത്തിലാണ്. ഈ അടുത്ത കാലത്ത് 2 ദിവസം മുമ്പ് ഒരു വലിയൊരു പരിപാടി പങ്കെടുത്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പലരും ചുണ്ടത്ത് വല്ല വെക്കായിരുന്നു, കവളത്ത് വല്ല വെക്കായിരുന്നു, തലയെ കൈ വെക്കായിരുന്നു. കാരണം ഇത്രയും ഗംഭീരമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള പാട്ട് നിങ്ങളാണ് പാടിയത്, നമ്മുടെ പാലക്കാടുകാരനാണ് പാടി എന്നുള്ളതൊക്കെ പറഞ്ഞവർക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും സന്തോഷം. ആ പാട്ട് ആവേശം എന്ന സിനിമ, ഫഹദ് ഫാസിൽ അഭിനയ സിനിമ, വിനായക് ശശികുമാർ എഴുതിയ പാട്ട്, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കില് പമ്പൻ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. സൽപുത്രൻ പിറന്നറ എന്നുള്ള പാട്ട്, അത് രണ്ടുപേരും ഞാൻ പാടാം. ആ പാട്ട് ഞാൻ പാടിയതാണെന്ന് മിക്ക ആളുകൾക്കും ഇപ്പോഴും അറിയില്ല. എന്തായാലും പമ്പ ഹിറ്റായ പാട്ട് നിങ്ങൾക്ക് വേണ്ടി.
ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറந்த നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി തൂവും അന്തിച്ചാറ് കോപം കൊണ്ടാൽ അകമേ നൊന്താൽ വേറാരും വേണ്ടി നീ വില്ലന്മാരെ ആർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. പാലക്കാടിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതിനുശേഷമാണ് പിന്നീട് ഹെലിക്കാം ഒരു ട്രെൻഡ് വരാൻ തുടങ്ങിയത്. എന്റെ ആൽബത്തിന് ശേഷമാണ് ഇഷ്ടംപോലെ ആളുകൾ പിന്നീട് ഞാനാണ് ആദ്യമായിട്ട് ഹെലിക്കാം സാധനം ചെയ്യാൻ തുടങ്ങിയത്. ശ്രുതിയാണ് ഇതിന്റെ സംവിധാനവും ക്യാമറയും നിർവഹിച്ചിട്ടുള്ളത്. പാട്ട് എഴുതിയത് ചെമ്പകശ്ശേരി വിശ്വം എന്നുള്ള ഒരു മഹാനായ ആളാണ് എഴുതിയത്. തത്തമംഗലത്തുള്ള ചെമ്പകശ്ശേരി വിശ്വം. അതിലൊരു 4 വരി മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടാണ്. പോരാട്ടങ്ങളി പാട്ട് ഈണത്തിലാണ്. അത് പ്രേക്ഷകർക്ക് വേണ്ടി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി പാലക്കാടിനെ കുറിച്ചുള്ള ഒരു പാട്ട്. കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും ഏറെയുണ്ട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ കാവുംകുളങ്ങളും ഏറെയുണ്ട്. എന്നാലും ശശിയേട്ടനെ കണ്ടുപിടിയിൽ വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് ശശിയേട്ടൻ. അപ്പൊ നമ്മുടെയൊക്കെ ഞാൻ നാടൻ പാട്ടല്ല എഴുതണമെങ്കിൽ കൂടി ഈ നാടൻ പാട്ടിന്റെ രംഗത്ത് അത്ര നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരാള് ഇത്രയും പ്രശസ്തിയിലും അല്ലെങ്കിൽ ഇത്രയും സിനിമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ശശിയേട്ടൻ ഞാനൊക്കെ ഫേസ്ബുക്കിൽ മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങള്. അത് ഞാൻ കവിതയൊക്കെ എഴുതുന്ന കാലം മുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ശശിയേട്ടൻ എന്താ വെച്ചാൽ ശശിയേട്ടൻ അത്രയും ഉയരങ്ങളിലേക്ക് കയറിയപ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ള ആളാണ്. കാരണം ഞാൻ ശശിയേട്ടനാണ് ഒരു സെലിബ്രിറ്റിയെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഓടി വന്നത് ശശിയേട്ടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നപ്പോ കണ്ടപ്പോ വളരെ സന്തോഷം. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ശശിയേട്ടൻ ഈ ഒരു ലെവലിലേക്ക് സിനിമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയത്. അപ്പൊ ഇനിയും എന്റെ പ്രേക്ഷകർ മാത്രമല്ല, ശശിയേട്ടന്റെ പ്രേക്ഷകരും എല്ലാ ആളുകളും നമ്മുടെ ഈ ലാളിത്യമുള്ള ഇങ്ങനത്തെ ഒരു സാധാരണക്കാരനായ ഒരു കലാകാരന് ഇന്നിപ്പോ ശശിയേട്ടൻ നടക്കണമല്ലോ, വലിയ ഇതൊന്നല്ല ശശിയേട്ടൻ. ആ സാധാരണ വേഷത്തില് ശശിയേട്ടനാണെന്ന് അടുത്ത് പോയി നോക്കേണ്ടി വരും കാണണമെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ശശിയേട്ടൻ ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ഈ ശശിയേട്ടനെ എല്ലാവരും മാക്സിമം ഇനിയും ഈ ശശിയേട്ടന്റെ സിനിമകളെ, ശശിയേട്ടന്റെ പാട്ടുകളെ, ഇപ്പൊ ഞാൻ ഒരു പക്ഷേ ഞാൻ ആ പാലക്കാടിന്റെ പാട്ട് കേട്ടിട്ടാണ് ആ പാടത്ത് കൂടെ തറയുമ്പോഴത്തേക്ക് കളിച്ച് ഒരു നല്ല വിഷ്വൽ ചെയ്തൊരു പാട്ടായിരുന്നു അത്. കാരണം അന്നൊന്നും വിഷ്വലുകൾ അധികം അത്ര ആ രീതിയിൽ ചെയ്തിരുന്ന ആളുകൾ വളരെ കുറവാണ്. അന്ന് ശശിയേട്ടൻ തന്നെയാണ് ആ ഒരു വിഷ്വലില് ഇങ്ങനെയും ചെയ്യാം എന്ന് കാണിച്ചു തന്നത്. കാരണം ഞാനൊക്കെ ആൽബങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയായിരുന്നു ശശിയേട്ടൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനിയും എന്നെയും ശശിയേട്ടനെ പ്രത്യേകിച്ചും, കാരണം ശശിയേട്ടൻ നിൽക്കുന്ന ഹൈയസ്റ്റ് അവിടെയാണ്, ആ ഹൈയസ്റ്റിലേക്ക് ഇനിയും ഉയരാൻ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ശശിയേട്ടന്റെ സിനിമകളെ, ശശിയേട്ടന്റെ പാട്ടുകളെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.